Good evening to all. Calicut University 6th sem BCom Corporation സ്പെഷ്യലൈസേഷൻ പേപ്പർ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇത് ഫസ്റ്റ് മൊഡ്യൂളിലെ 3ാമത്തെ കൺട്രിയാണ് കേട്ടോ, ഡെൻമാർക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഡെൻമാർക്ക് ഈസ് എ വെരി സ്മോൾ കൺട്രി. ഇറ്റ് ഈസ് ദ ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഇൻ ദി വേൾഡ്. ഓക്കെ, ഡെൻമാർക്ക് എന്താണ്, വളരെ ഒരു ചെറിയ കൺട്രിയാണ്. അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഹോംലാൻഡായിട്ട് അറിയപ്പെടുന്നത്, അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഇൻ ഹോംലാൻഡ് വേൾഡ് എന്ന് അറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. ദ കൺട്രി എക്സ്പോർട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫാം പ്രൊഡക്റ്റ്. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് വോളണ്ടറി ഡെവലപ്മെൻറ്റ്. അതായത് ഈ കൺട്രി എന്താ ചെയ്തത്, ഫാം പ്രൊഡക്റ്റ് ലാർജ് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വോളണ്ടറി ഡെവലപ്മെൻറ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഡാനിഷ് കോപ്പറേറ്റീവിൽ വന്നുള്ളതാണ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേറ്റഡ് ടു പ്രോസസ് ആൻഡ് ഡിസ്പോസ് ഓഫ് ദെയർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ആസ് എ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അതിനെയാണ് എന്ത് പറയുന്നത്, ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയറി കോപ്പറേറ്റീവ്സിൽ ഉണ്ടായിരിക്കുക ആരായിരിക്കും, മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, cooperative dairying occupies a prominent place in cooperative system of Denmark. A cooperative dairy consists of number of milk producers and associates. Okay, പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. മെമ്പർഷിപ്പ് ആസ് ഓപ്പൺ ടു ഓൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ്. എല്ലാ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനും ഈ ഒരു ഡയറി കോപ്പറേറ്റീവ്സിൽ എന്തുണ്ട്, മെമ്പർഷിപ്പ് എടുക്കുക. അതുപോലെ തന്നെ ദർ വെർ നോ എൻട്രൻസ് ഫീ, അങ്ങോട്ട് വരാൻ എൻട്രൻസ് ഫീ ഒന്നുമില്ല. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് തന്നെയായിരിക്കും. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. ജനറൽ അസംബ്ലി വാസ് ദി ഹയസ്റ്റ് അതോറിറ്റി. ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. പിന്നെ പ്രോഫിറ്റ് വേർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷണൽ ടു വാല്യൂ ഓഫ് മിൽക്ക് സപ്ലൈഡ്. എത്രത്തോളം മിൽക്കാണ് സപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈസി ആക്സസിബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മിനിമൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. പിന്നെ ദ മാർക്കറ്റിംഗ് സിസ്റ്റം ഈസ് ഹൈലി ഓർഗനൈസ്ഡ് ആണ്. ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് വെരി ലോ. സാധനങ്ങളുടെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി ആർ മെയിൻറ്റെയിൻഡ്. സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് ഈസ് ക്യാരിഡ് ഓൺ എ പ്ലേസ് നിയർ ടു ദ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഉൽപ്പാദനം നടത്തുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും അതിൻ്റെ വിതരണം നടക്കുന്നത്. അതാണ് മാനുഫാക്ചറിങ് ഈസ് ക്യാരിഡ് ഓൺ എ പ്ലേസ് നിയർ ടു ദി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ടു പ്രോസസ് മിൽക്ക് സപ്ലൈഡ് ബൈ മെമ്പേഴ്സ്. പിന്നെ ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ടു മെമ്പേഴ്സ്. ടു ഗിവ് അഡ്വൈസ് ഓൺ കാറ്റിൽ റിയറിംഗ്. ടു പ്രൊവൈഡ് മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ നോളജ് ടു കാറ്റിൽ റിയറിംഗ്. ടു സോൾഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡയറീസ് വിത്ത് ദ ട്രേഡ് മാർക്ക് ഓഫ് ലുബ്രാൻഡ്. ഓക്കെ, പിന്നെ ഡെൻമാർക്ക് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സക്സസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. അതായത് ഡെൻമാർക്കിൽ ഡയറി കോപ്പറേറ്റീവ്സ് സക്സസ് ആവുന്നതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വാസ് മിനിമൽ. പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. പോളിസി ഓഫ് പേയിങ് റിട്ടേൺസ് ഓൺ ദി ബേസ് ഓഫ് മിൽക്ക് സപ്ലൈഡ്. പിന്നെ സയൻറ്റിഫിക് ബ്രീഡിംഗ് ആൻഡ് ഫീഡിംഗ് ഓഫ് ആനിമൽസ്. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. എഫക്റ്റീവ് സർവീസ് ഓഫേർഡ് ബൈ ബട്ടർ എക്സ്പോർട്ട് അസോസിയേഷൻ. സൊഫിസ്റ്റിക്കേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതിൻ്റെ ഫീച്ചേഴ്സ് വോളണ്ടറി ഡെവലപ്മെൻറ്റ് ആണ്. ദ മെമ്പേഴ്സ് വെർ ഡിവോട്ടഡ് ആൻഡ് ലോയൽ ടു ദി മൂവ്മെൻറ്റ്. ദർ ഈസ് നോ ലോ ഫോർ രജിസ്റ്റർ ദി സൊസൈറ്റി. മാനേജ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി ഈസ് ഡെമോക്രാറ്റിക്. ഓക്കെ, പിന്നെ ഡിഫിക്കൽട്ടീസ് ഇന്ത്യ ഇൻ അഡോപ്റ്റിംഗ് ഡാനിഷ് മോഡൽ. ഡാനിഷ് മോഡൽ അഡോപ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദ മിൽക്ക് ഈൽഡ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ. ദ പോവേർട്ടി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ്. ഇല്ലിറ്ററസി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ്. ദ ക്വാളിറ്റി ഓഫ് മിൽക്കി കാറ്റൽ ഇൻ ഇന്ത്യ ഈസ് പ്യുവർ. ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം ഡിസ്റ്റൻസ് പ്ലേസ് ഇൻ ലാർജ്. മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആർ നോട്ട് ഇനിഷ്യേറ്റീവ്. മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആർ നോട്ട് അഡ്വഞ്ചേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 1-2 തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, അതാണ് ഞാൻ ചിലതൊക്കെ അങ്ങ് അടിച്ചിടുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലുബ്രാൻഡ്. ലുബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് ഓഫ് ഗുഡ് ക്വാളിറ്റി ഡയറി പ്രൊഡക്ട്സ്. അതായത്
നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് എന്ത് പറയുന്നത്, ലുബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഡെൻമാർക്കിൽ നമ്മുടെ അത്തരത്തിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഇറ്റ് ഈസ് എ മാർക്ക് ഓഫ് ക്വാളിറ്റി ആൻഡ് ഗുഡ്സ് ബിയറിംഗ് ദിസ് സീൽ ആർ ഈസിലി സോൾഡ് ഇൻ ഇംഗ്ലണ്ട്, ഡെൻമാർക്ക് ആൻഡ് ജർമ്മനി. അതാണ് എന്ത് പറയുന്നത്, ലുബ്രാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇത് ബാക്കൺ ഫാക്ടറീസ്. ബാക്കൺ ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ സബ്സിഡിയറി ഡയറി ഇൻഡസ്ട്രി ഇൻ ഡെൻമാർക്ക്. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ 1887. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ബുൾ ക്ലബ്സ്. ബുൾ ക്ലബ്സ് എന്ന് പറയുമ്പോൾ ഈ ബുൾ ക്ലബ്ബുകളില്ലേ, ബുൾസ്, അതാണ് അത് പറയുന്നത്. ദസ് ആർ ദി ഓർഗനൈസേഷൻ വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഡയറി കോപ്പറേറ്റീവ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ബുൾ ക്ലബ്സ് ഓർഗനൈസേഷൻസ് ഒക്കെ. ദി അണ്ടർടേക്ക് ദ ഫങ്ഷൻസ് ഓഫ് ഫീഡിങ് ദി കാറ്റിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ഗുഡ് ക്വാളിറ്റി ബുൾസ് ടു ഫാർമേഴ്സ്. അതാണ് ബുൾ ക്ലബ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ക്രീമറീസും. അതും ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ യൂണിറ്റ് അറ്റാച്ച്ഡ് ടു ഡയറി സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക്. ദസ് യൂണിറ്റ്സ് കളക്ട് ദ മിൽക്ക് ഫ്രം ഫാർമേഴ്സ് ആൻഡ് പ്രഷറൈസേഷൻ ആൻഡ് അതർ പ്രോസസ്സിങ് ആർ ക്യാരിഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെൻമാർക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് USR ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. USSRലെ അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇൻ റഷ്യ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ബൈ ദി ഗവൺമെൻറ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻ റഷ്യ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷനിലായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റഷ്യയിൽ എന്തായത്, ഡെവലപ്പ് ആയത്. ഓക്കെ, പിന്നെ ലേബർ ആർട്ടിക്കിൾസ് ആർ അസോസിയേറ്റഡ് വിത്ത് റഷ്യ. ദ കളക്റ്റീവ് ഫാംസ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആർ കോൾഡ് കൊൾക്കോസസ്. ഇതെന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താണ് അപ്പോൾ, കളക്റ്റീവ് ഫാംസ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആർ കോൾഡ് കൊൾക്കോസ്. ഇറ്റ് ഈസ് എ ഫാം ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കൊൾക്കോസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അതൊക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് മെമ്പർഷിപ്പ് വാസ് ഓപ്പൺ ടു സിറ്റീസൺ എബവ് ദി ഏജ് ഓഫ് 16. 16 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും. പിന്നെ ഫാം ഷുഡ് അപ്ലൈ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സയൻറ്റിഫിക് മെത്തേഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഫാംസിൽ. പിന്നെ ഓൾ ജോബ്സ് ഇൻ ഫാം ഷാൾ ബി പെർഫോംഡ് ബൈ മെമ്പേഴ്സ് ദംസെൽഫ്. അതായത് ആ ഒരു ഫാമിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അവിടുത്തെ മെമ്പേഴ്സ് തന്നെയായിരിക്കും. ഫാം ഷാൾ ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെമ്പേഴ്സ്. Affairs of the farms are managed of principles of democracy. Surplus income directly sold to consumers or consumer cooperatives. പിന്നെ ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ കളക്റ്റീവ് ഫാംസ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ദസ് ആർ നോട്ട് വോളണ്ടറി ഓർഗനൈസേഷൻ. പ്രോപ്പർ ട്രെയിനിങ് ഈസ് നോട്ട് ഗിവൺ to workers. Selection of chairman is subject to criticism. Practical help given by the government is not up to mark. It feel shortage of workers. ഓക്കെ, ഇത്രയാണ് കളക്റ്റീവ് ഫാംസിന് ഡിഫിക്കൽട്ടീസ് ആയിട്ട് പറയുന്നത്. പിന്നെ MTS എന്ന് പറയുമ്പോൾ MTS ഈസ് ദ മിഷനറി ആൻഡ് ട്രാക്ടർ സെക്ഷനെയാണ് എന്ത് പറയുന്നത്, മിഷനറി ആൻഡ് ട്രാക്ടർ സെക്ഷനെയാണ് നമ്മൾ MTS ആയിട്ട് പറയുന്നത്. ഇത് പ്രൊവൈഡിങ് നെസസറി ഫെസിലിറ്റീസ് ഫോർ ക്യാരിങ് ഓൺ വർക്ക് കണക്ഷൻ വിത്ത് ഫാമിങ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് MTSൽ പറയുന്നത്. പിന്നെ ബ്രിഗേഡ്സ് എന്ന് പറയുമ്പോൾ ദ മെമ്പേഴ്സ് ഓഫ് കൊൾക്കോസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ബ്രിഗേഡ്സ്. അതായത് കൊൾക്കോസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഒരു കളക്റ്റീവ് ഫാംസ് അല്ലേ. അപ്പോൾ അതിലുള്ള ഓരോ മെമ്പേഴ്സിനെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ദ മെമ്പേഴ്സ് ഓഫ് കൊൾക്കോസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു വർക്കിംഗ് ഗ്രൂപ്പ് ആർ നോൺ ആസ് ബ്രിഗേഡ്സ്. ഈച്ച് ബ്രിഗേഡ്സ് ഈസ് അസൈൻഡ് ദ ഡെഫിനിറ്റ് ടാസ്ക്. അതായത് ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊൾക്കോസിൽ 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിക്കും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ഓരോ ഡ്യൂട്ടി ടാസ്കുകൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 30 to 80 മെമ്പേഴ്സ്. ദ ലീഡർ ഓഫ് ബ്രിഗേഡ്സ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡ്. അതായത് ബ്രിഗേഡ്സിലെ ലീഡർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ബോർഡായിരിക്കും. 3 തരത്തിലുള്ള ബ്രിഗേഡ്സ് ആണുള്ളത്. ഫസ്റ്റത്താണ് ഫീൽഡ് ബ്രിഗേഡ്, പിന്നെ ട്രാക്ടർ ബ്രിഗേഡ്സ് ആൻഡ് ഡയറി ബ്രിഗേഡ്സ്. അങ്ങനെ 3 തരത്തിലുള്ള ബ്രിഗേഡാണുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സെൻട്രോസോയ്സ്. അതൊരു പിരമിഡ് സ്ട്രക്ചറാണ്. അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഹാവ് എ പിരമിഡിക്കൽ സ്ട്രക്ചറാണ്. അങ്ങനെ 3 എണ്ണമായിട്ട്. ഓക്കെ, അതിൽ ഏറ്റവും മേളിലാണ് സെൽപ്പോസ്, പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ. പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ കോൾഡ് സെൽപ്പോസ് അറ്റ് ബേസ് ലെവൽ, ഏറ്റവും ബേസിൽ നിൽക്കുന്നത്. പിന്നെ ടെറിറ്റോറിയൽ യൂണിയൻ അറ്റ് മിഡിൽ ലെവൽ,
പിന്നെ ആൻഡ് സെൻട്രൽ യൂണിയൻ ആർ കോൾഡ് അറ്റ് ടോപ്പ് ലെവൽ. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലേബർ അറ്റ്ലസ് എന്ന് പറയുമ്പോൾ ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റഷ്യ ഇസ് കോൾഡ് ലേബർ അറ്റ്ലസ്. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഫോംഡ് ടു ക്യാരി ഓൺ സർട്ടൻ ഇൻഡസ്ട്രീസ് ഓർ റെൻഡർ പേഴ്സണൽ സർവീസസ് ഓൺ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി സെൻട്രൽ ആർട്ട്ലാൻഡ് ഓൺ ദെയർ ജോയിൻറ്റ് ഓഫ് അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് USSRൻ്റെ കേസിൽ, റഷ്യയുടെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ചൈനയുടെ എടുക്കാനുണ്ട്, അതുപോലെ തന്നെ ജപ്പാനും. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.